ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. പ്രഷർ കുക്കറിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് ഇന്നത്തെ വീഡിയോയിൽ. ബിഗിനേഴ്സിനോ ബാച്ചിലേഴ്സിനോ പെട്ടെന്ന് ഉണ്ടാക്കാം ഈ ചിക്കൻ കറി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഒരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും ഒന്ന് പൊടിക്കുക. ഇതിലേക്ക് 6 വലിയ വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചി മുറിച്ചത് കൂടിയിട്ട് ഒന്നുകൂടി അരച്ചു കൊണ്ടുവരാം. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല ഫൈനായി അരയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ വെക്കാം. അതിനായിട്ട് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 3 സവാള നീളത്തിലരിഞ്ഞതും 2 പച്ചമുളക് നെടുകെ പിളർത്തതും കുറച്ച് കറിവേപ്പിലയും സവാളയൊന്ന് വഴണ്ട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടിയിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള ട്രാൻസ്ലൂസൻ്റ് ആയാലൊക്കെ മതി. നമ്മൾ കുക്കറിൽ വേവിക്കാനാണ് പോകുന്നത്. എങ്കിലും അതൊന്ന് ഗോൾഡൻ കളർ ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാലക്കൂട്ട് കൂടിയിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വഴറ്റാം. അടിക്കൊക്കെ പിടിക്കും, അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. തക്കാളി ഇടുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. മസാല കരിക്കരുത്, ലോ ഫ്ലെയിമിലിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടിയിട്ട് മസാലകളുടെ പച്ചമണം എല്ലാം മാറുമ്പോൾ 2 തക്കാളി ചെറുതായി മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം തുടരെ ഇളക്കി വേവിക്കുക. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വീണ്ടും ഒന്ന് ഇളക്കുക. ഈ തക്കാളി നല്ലപോലെ വെന്ത് പേസ്റ്റ് പരുവത്തിലാവണം. 1 കിലോ ചിക്കൻ ഉപ്പും വിനീഗറും വെള്ളവും ഉപയോഗിച്ച് 2-3 തവണ കഴുകിയ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചിക്കനെ മസാലയിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. മസാല എല്ലാ ചിക്കൻ പീസസിലും പിടിച്ചു വരണം. എല്ലാ പീസിലും മസാല കോട്ട് ചെയ്തിരിക്കുന്നത് പോലെ വഴറ്റാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോഴേക്കും ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങും. നമുക്ക് കുറച്ച് ഗ്രേവി ആവശ്യമായതുകൊണ്ട് 1 കപ്പ് ചൂടുവെള്ളം നമുക്ക് ഈ ചിക്കനിലേക്ക് ഒഴിക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം, തണുത്ത വെള്ളം ഒഴിക്കരുത്. അതിനുശേഷം മിക്സ് ചെയ്ത് കുക്കറിനെ 1 വിസിലിന് വയ്ക്കാം. ചിക്കനിലേക്കൊന്ന് താളിച്ചൊഴിക്കാനായിട്ട് നമ്മുടെ കുഞ്ഞു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, 5 ചെറിയുള്ളി ചെറുതായി മുറിച്ചത്, കറിവേപ്പില കൂടിയിട്ട് നല്ല ചുവക്കെ വഴറ്റുക. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കുക്കറിലെ പ്രഷർ എല്ലാം പോയി ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. താളിപ്പ് റെഡി ആവുന്നത് വരെ ഇത് അടുപ്പത്തിരുന്നൊന്നും തിളച്ചോട്ടെ, രുചി കൂടി കിട്ടും. ചെറിയുള്ളി എല്ലാം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് അടച്ചു വെക്കണം. നമുക്ക് ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? കാശ്മീരി ചില്ലി പൗഡർ ഇട്ടതുകൊണ്ടാണ് ഇത്ര കളറ്. എരിവൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. നല്ല കുറുകിയ ചാറാണ്. എത്ര എളുപ്പത്തിലാണല്ലേ ചിക്കൻ കറി ഉണ്ടാക്കിയത്. നമുക്ക് ഇതിനെ ഒരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. കുറച്ച് ഫോട്ടോസ് എല്ലാം എടുക്കാനുണ്ട്. കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വളരെ എളുപ്പമുള്ള റെസിപ്പി അല്ലേ ഇത്? നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്യണേ. ഒരിക്കലെങ്കിലും ഈ ചിക്കൻ കറി ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കാൻ മടിക്കരുത്. കർക്കിടക സംക്രാന്തിയുടെ അന്ന് തറവാട്ടിലെ കുട്ടികളെല്ലാം കൈനിറയെ മൈലാഞ്ചിയിട്ട് കോഴിക്കറിയും കൂട്ടി രാവിലെ ദോശ കഴിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആ പതിവുകൾക്കെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വന്നുവെങ്കിലും ഇന്നും മൈലാഞ്ചി ഇടാറുണ്ട്, ദോശ ഉണ്ടാക്കാറുണ്ട്, രാവിലെ ചിക്കൻ കറിയും ഉണ്ടാക്കും. അതിരാവിലെ ചിക്കൻ കറി ഉണ്ടാക്കി 2 ദോശ ഉണ്ടാക്കി നമുക്കൊന്ന് കഴിച്ചാലോ? ഇന്ന് ലഞ്ച് ബോക്സിലും ചിക്കൻ കറിയാണ്. നമ്മുടെ പണി എളുപ്പമായല്ലോ, കുട്ടികൾക്കും സന്തോഷം. ഉച്ചഭക്ഷണത്തിന് സമയമായപ്പോൾ ചിക്കൻ കറി ഒന്നുകൂടെ ചൂടാക്കി. ചൂട് ചോറിനൊപ്പം ചൂട് ചിക്കൻ കറി. അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി വരാം. ബൈ.